റമദാൻ ഡേ 22ലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കൂട്ടിക്കൽ ഒരു അടിപൊളി വീട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ കുറേ പഴയ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കമലാസിൻ്റെ ഒക്കെ സിനിമയുണ്ട്, പഴയ നമ്മൾ ജനിക്കുന്നതിന് മുന്നേ ഉള്ള സിനിമ. ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകുമ്പോൾ വേറൊരു ലോകമാണ് അവിടെ. ആക്ച്വലി ഭയങ്കര ഒരു വേറെ രീതിയിലാണ് അവർ പണിതേക്കുന്നത്. ഭയങ്കര എസ്തെറ്റിക് വൈബിലാണ് പണിതേക്കുന്നത്. കാറ്റ്സ് ക്ലോടെ വെച്ച് പിടിപ്പിച്ച വീട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു അടിപൊളി ഒരു നല്ല സീനിക് ഒരു വീടാണ്. ഇവിടുത്തെ ഏരിയ നോക്കുക, ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ. അപ്പം ഇതൊക്കെ നമ്മൾ വന്നേക്കുന്നത് ഇവിടുത്തെ മെയിൻ കൂട്ടിക്കലെ മെമ്പർമാരുമായിട്ടാണ്. അതായത് നമ്മുടെ ഷിബാൻഡി, ആൻ്റണി സാറൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അങ്ങോട്ടേക്കുള്ള വ്യൂ നോക്കിക്കേ. ഇനി ഇങ്ങോട്ട് നോക്കൂ. ആൻഡ് ദിസ് ഈസ് ദ ഭംഗി ഓഫ് ഹൈ റേഞ്ച്. ഓക്കെ, വെഡ്ഡിങ്ങിനെ ഷൂട്ട് ചെയ്യാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ കുറേ ആൾക്കാർ തന്നെ വരാറുണ്ട്. അടിപൊളി ഷൂട്ടിംഗ് ലൊക്കേഷനാണ്, വെഡ്ഡിങ്ങിനൊക്കെ പറ്റിയ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ആൻഡ് ഇവിടെ നമ്മുടെ കാറ്റ്സ് ക്ലോ പൂത്താന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് ഈ വീടിൻ്റെ അകത്താണ് നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇവരിത് വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു 8-9 വർഷമായി. എല്ലാ വർഷവും ഇത് ഇത്രയും പൂക്കുന്ന ഒരു സമയം ഉണ്ടാവും, അല്ലാതെ എല്ലാ മാസവും കുറച്ചായിട്ട് പൂക്കും. കുട്ടിക്കിടന്ന കൊച്ചി ഗ്രാമത്തിൽ വെട്ടിക്കാമെന്ന സ്ഥലത്ത് മഞ്ഞപ്പൂക്കളുടെ വസന്തം ഒരുക്കിയ ഒരാളെയും ആ കുടുംബാംഗങ്ങളെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഒരു പൂവ് വിരിയുമ്പോൾ, ഒരു ചെടി നട്ട് അത് പൂവിലേക്ക് വരുമ്പോൾ അതിൻ്റെ പുറകിലുള്ള കഷ്ടപ്പാട്, അതിന് മനസ്സിലുണ്ടാക്കുന്ന ഭാവന, അത് എത്തിച്ചേരുന്ന രീതി, അതിനെപ്പറ്റിയൊക്കെ അറിയാനും കേൾക്കാനുള്ള ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്യേണ്ട വന്നു. ഇൻട്രസ്റ്റ് കൊണ്ട് വെച്ചത് ആദ്യമേ ആ മതിൽ മുഴുവൻ ഇങ്ങനെ കള കയറി കിടക്കുമായിരുന്നു. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ വയനാട്ടിലെന്തോ പോയപ്പം അവിടെ ഇങ്ങനെ ഒരു മതിൽ കണ്ടു. അപ്പൊ അതിങ്ങനെ നിറഞ്ഞ പൂത്ത് നിൽക്കുമായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ ഓർത്ത് ഇങ്ങനെ ഈ കളയ്ക്ക് പകരം പൂവില്ലെങ്കിലും ഇല കാണാനും ഭംഗിയാണല്ലോ. അപ്പൊ ആ കള കാണാതിരിക്കാനും പിന്നെ പൂക്കുമ്പോ ഭംഗിയാണല്ലോ എന്ന് ഓർത്ത് വെച്ച് പിടിപ്പിച്ചതാ. ഇത് പിന്നെ പെട്ടെന്ന് വളരും. ഇത് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി പടരും പെട്ടെന്ന്. അത് പറിച്ചു മാറ്റുക എന്നുള്ളതാണ് മെയിൻ മെയിൻ്റനൻസ്. ഇത് കൂടുതൽ പ്രയോജനമാകട്ടെ. നമുക്കൊരു ചെറിയ ടൂറിസം പോലെ ശരിക്കും കുട്ടികൾ ഒത്തിരിയും ഇവരുടെ കട്ടൻസ് തന്നെ കണ്ടോ, നല്ല പിൻട്രസ്റ്റി വൈബിലെ കട്ടൻസ് ഒക്കെ. ഡ്രാഗൺ ഫ്രൂട്ട് 12 ബ്രിക്സ്, ഇതല്ല 20 ബ്രിക്സ് ഉള്ള പലതും പലതായിട്ട് മഞ്ഞ ഓറഞ്ച് ഒക്കെ ഉണ്ട്. കാർ പോർച്ച്. അപ്പൊ അതിന്റെ മുന്നത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. അപ്പൊ അത് അവര് വളർന്നപ്പോ അത് കുറച്ച് വെട്ടി ലെവലാക്കിയതാണ്. ഈ വീട് ഒരു 45 years മുന്നേ പണിതതാണ്. ആൻഡ് ഇവരുടെ ഓരോ ഫ്രെയിമും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ വീടിന്റെ ഓരോ കോർണറും. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കൂട്ടിക്കൽ വെട്ടിക്കാനത്താണ്.